സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് വീണ്ടും തടസ്സപ്പെട്ടു. സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതുവരെ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നിർത്തിവച്ചു. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് ജില്ലാ ഭരണകൂടം ഉപാധികളോടെ അനുമതി നൽകി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. 27ാമത് പാലയൂർ മഹാതീർത്ഥാടനം നാളെ. മുഖ്യപദയാത്ര വെളുപ്പിന് 5-ന് പാലയൂർക്ക് പുറപ്പെടും. 2 ഘട്ടങ്ങളായാണ് പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗുരുവായൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് മോഷണം പോയ 32,40,650 രൂപ പോലീസ് കണ്ടെടുത്തു. പ്രതിയുടെ കുടുംബ സുഹൃത്തിന്റെ ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നാണ് പണം കണ്ടെടുത്തത്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാനായി ഡോക്ടർ VK വിജയൻ വീണ്ടും ചുമതലയേറ്റു. ഗുരുവായൂരിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി, ക്യൂ കോംപ്ലക്സ് എന്നിവ യാഥാർത്ഥ്യമാക്കുമെന്ന് ദേവസ്വം ചെയർമാൻ. പാഞ്ഞാൾ പടിഞ്ഞാറ്റുമുറി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ കോവിലിനു മുന്നിൽ സ്ഥാപിച്ചിരുന്ന 4 തൂക്കുവിളക്കുകളും നിലവിളക്കുമാണ് മോഷണം പോയത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നിർത്തിവച്ചു. ശനിയാഴ്ച രാവിലെ റേഷൻ കടകളിൽ മസ്റ്ററിംഗ് ആരംഭിച്ചെങ്കിലും ഇപോസ് സെർവർ തകരാറിലായതിനെ തുടർന്ന് മസ്റ്ററിംഗ് തടസ്സപ്പെടുകയായിരുന്നു. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്നതിനാലാണ് തീരുമാനം. എല്ലാ കാർഡുടമകൾക്കും റേഷൻ വിതരണം സാധാരണ നിലയിൽ നൽകി തുടങ്ങി. സാങ്കേതിക തകരാർ പൂർണ്ണമായി പരിഹരിച്ചതായി NIC-യും IT മിഷനും അറിയിച്ച ശേഷം മാത്രമേ മസ്റ്ററിംഗ് പുനരാരംഭിക്കൂ എന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കി. മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങൾക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിനാവശ്യമായ സമയവും സൌകര്യവും ഒരുക്കുമെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി അറിയിച്ചു. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് ജില്ലാ ഭരണകൂടം ഉപാധികളോടെ അനുമതി നൽകി. വെടിക്കെട്ടിന് അനുമതി തേടി ആറാട്ടുപുഴ ഉപദേശക സമിതി നൽകിയ അപേക്ഷ തള്ളിയതിനെ തുടർന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഉപാധികളോടെ വെടിക്കെട്ടിന് അനുമതി നൽകാൻ ഉത്തരവിട്ടു. ഇതേ തുടർന്ന് ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി ജില്ലാ ഭരണകൂടത്തിന് വീണ്ടും അപേക്ഷ നൽകിയതിനെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം ആറാട്ടുപുഴ പൂരവുമായി ബന്ധപ്പെട്ട് 17, 22, 23 തീയതികളിൽ ഉപാധികളോടെ വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകിയത്. ആറാട്ടുപുഴ പൂരം മേളപ്രമാണത്തിൽ 25ാം വാർഷികം ആഘോഷിക്കുന്ന പെരുവനം കുട്ടന്മാരാരെ സുവർണമുദ്ര നൽകി ആദരിക്കും. 2000 മുതലാണ് പെരുവനം കുട്ടന്മാരാർ ആറാട്ടുപുഴ പൂരത്തിന് ശാസ്താവിന്റെ പാണ്ടി പഞ്ചാരി മേളങ്ങൾക്ക് പ്രമാണം വഹിച്ചു തുടങ്ങിയത്. ആറാട്ടുപുഴ ശാസ്താവിന്റെ രൂപം ആലേഖനം ചെയ്ത സുവർണമുദ്രയും കീർത്തിഫലകവും പ്രശസ്തിപത്രവും പൊന്നാടയും അടങ്ങുന്ന പുരസ്കാരം ചൊവ്വാഴ്ച നടക്കുന്ന തിരുവാതിര വിളക്കിന് ശേഷം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ സമ്മാനിക്കും. 27ാമത് പാലയൂർ മഹാതീർത്ഥാടനം ഞായറാഴ്ച നടക്കും. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നിന്നും മുഖ്യപദയാത്ര പുലർച്ചെ 5-ന് ആരംഭിച്ച് 11 മണിയോടുകൂടി പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേരും. 2ാം ഘട്ട മഹാതീർത്ഥാടനം ഉച്ചയ്ക്ക് 2-ന് പാവർട്ടിയിൽ നിന്നും ആരംഭിച്ച് വൈകിട്ട് 4-ന് പാലയൂരിൽ എത്തിച്ചേരും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മദ്രാസ് മൈലാപ്പൂർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോർജ് അന്തോണി സ്വാമി ഉദ്ഘാടനം ചെയ്യും. തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ തുടങ്ങിയവർ പങ്കെടുക്കും. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ഇടവക വിശ്വാസികൾ പാലയൂരിലേക്ക് ജാഗരണ പദയാത്ര നടത്തി. കുരിശുകളും മെഴുകുതിരികളുമായി നിരവധി പേരാണ് പദയാത്രയിൽ അണിനിരന്നത്. തുടർന്ന് കൽക്കുരിശിൽ ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ തിരിതെളിയിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ഐനിക്കൽ, ട്രസ്റ്റിമാരായ ജാക്സൺ നീലങ്കാവിൽ, ഡേസൺ പഴുന്നാന, MF വിൻസെന്റ്, ലിൻഡോ ചാക്കോ തുടങ്ങിയവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഗുരുവായൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് മോഷണം പോയ 32,40,650 രൂപ പോലീസ് കണ്ടെടുത്തു. പടിഞ്ഞാറേ നടയിൽ ഗാന്ധിനഗറിലെ LNT ഫിനാൻസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് മോഷണം പോയ പണമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ 11-നാണ് മോഷണം നടന്നത്. ഇതേ സ്ഥാപനത്തിലെ അറനാട്ടുകര ബ്രാഞ്ചിലെ മാനേജറും അമല സ്വദേശിയുമായ തൊഴുത്തുംപറമ്പിൽ അശോഷ് ജോയാണ് അറസ്റ്റിലായിരുന്നത്. റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ തെളിവെടുപ്പിലാണ് പണം കണ്ടെത്തിയത്. പ്രതി മോഷണ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, ഹെൽമറ്റ്, ഷൂസ്, ലോക്കർ തുറക്കാൻ ഉപയോഗിച്ച താക്കോൽ എന്നിവയും പണത്തോടൊപ്പം പോലീസ് കണ്ടെടുത്തു. പ്രതിയുടെ കുടുംബ സുഹൃത്തിന്റെ മുണ്ടൂർ വരടിയത്തുള്ള ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നാണ് ഇവ കണ്ടെടുത്തത്. ഈ വീട്ടുടമസ്ഥന്റെ ബൈക്കിലാണ് പ്രതി മോഷണത്തിനെത്തിയത്. വാഹനം അമലയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഗുരുവായൂർ
ഗുരുവായൂർ ACP സി സുന്ദരന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മോഷണ മുതലുകൾ വീണ്ടെടുത്തത്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാനായി ഡോക്ടർ VK വിജയനെ വീണ്ടും തെരഞ്ഞെടുത്തു. സർക്കാർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരുന്നു തെരഞ്ഞെടുപ്പ്. 9 അംഗ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലെ ചെയർമാനായിരുന്ന ഡോക്ടർ VK വിജയന്റെയും ഭരണസമിതി അംഗം ചെങ്ങറ സുരേന്ദ്രന്റെയും കാലാവധി വ്യാഴാഴ്ച അവസാനിച്ചിരുന്നു. ഇതേ തുടർന്ന് പുതിയ ഭരണസമിതിയിലേക്ക് ഡോക്ടർ VK വിജയനെയും CPI പറവൂർ മണ്ഡലം സെക്രട്ടറി KP വിശ്വനാഥനെയും നിയമിച്ച് വെള്ളിയാഴ്ച സർക്കാർ ഉത്തരവിറങ്ങി. CPI അംഗമായിരുന്ന ചെങ്ങറ സുരേന്ദ്രന് പകരമാണ് പട്ടികജാതി സംവരണ ഒഴിവിൽ വിശ്വനാഥനെ നാമനിർദ്ദേശം ചെയ്തത്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് നടന്ന ചടങ്ങിൽ ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ മുൻപാകെ ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ സർക്കാർ വിജ്ഞാപനം വായിച്ചു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം MLA-മാരായ NK അക്ബർ, മുരളി പെരുന്നെല്ലി, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് തുടങ്ങി രാഷ്ട്രീയ പ്രവർത്തകരും ദേവസ്വം ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളും പൊന്നാടയും ഉപഹാരങ്ങളും സമ്മാനിച്ചു. തുടർന്ന് ദേവസ്വം കോൺഫറൻസ് ഹാളിൽ ആദ്യ ഭരണസമിതി യോഗം ചേർന്ന് ചെയർമാനായി വീണ്ടും ഡോക്ടർ VK വിജയനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. 9 അംഗ ഭരണസമിതിയിൽ സാമൂതിരി, മല്ലിശ്ശേരി, തന്ത്രി എന്നിവർ സ്ഥിരാംഗങ്ങളാണ്. മനോജ് B നായർ, C മനോജ്, KR ഗോപിനാഥ് എന്നിവരുടെ കാലാവധി ഏപ്രിൽ 29-ന് അവസാനിക്കും. മറ്റൊരംഗം VG രവീന്ദ്രന് ഡിസംബർ വരെ കാലാവധിയുണ്ട്. 2 വർഷമാണ് ദേവസ്വം ഭരണസമിതിയുടെ കാലാവധി. TCV ഗുരുവായൂർ. ഗുരുവായൂരിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി, ക്യൂ കോംപ്ലക്സ് എന്നിവ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. ദേവസ്വം ചെയർമാനായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 2 വർഷത്തെ കാലാവധി ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇക്കാലയളവിൽ നടത്താനായി. ഇനിയും വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അനുദിനം വർദ്ധിച്ചുവരുന്ന ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് അന്നശാല, ക്യൂ കോംപ്ലക്സ് എന്നിവ നിർമ്മിക്കുന്നതിന് മുൻതൂക്കം നൽകും. ദേവസ്വത്തിന്റെ ചിരകാല സ്വപ്നമാണ് ഈ പദ്ധതികൾ. 2 വർഷത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാഞ്ഞാൾ പടിഞ്ഞാറ്റുമുറി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ കോവിലിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന 4 തൂക്കുവിളക്കുകളും നിലവിളക്കുമാണ് മോഷണം പോയത്. ക്ഷേത്രത്തിലെ മതിലിൽ മോഷ്ടാവിന്റെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ട്. ചെറുതുരുത്തെ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വിരലടയാള വിദഗ്ധർ സ്ഥലത്ത് പരിശോധന നടത്തും. പ്രദേശത്ത് മോഷണം തുടർന്നുവരുന്ന സാഹചര്യത്തിൽ ഉടനെ മോഷ്ടാവിനെ പിടികൂടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ക്ഷേത്രം കമ്മിറ്റി രക്ഷാധികാരി PP വേണുനാഥൻ, ട്രഷറർ TK മണികണ്ഠൻ, കമ്മിറ്റി അംഗം K ശശിധരൻ എന്നിവർ പറഞ്ഞു. പടിഞ്ഞാറ്റുമുറി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു 3:45 സമയത്ത് ക്ഷേത്രത്തിലെ 3 തട്ടുള്ള 4 തൂക്കുവിളക്കുകളും ഒരു നിലവിളക്കും പുലർച്ചെ മോഷണം പോയി. മോഷണം ഇപ്പോൾ ഈ പാഞ്ഞാളും കിള്ളിമംഗലുമായ ഈ പ്രദേശത്ത് ഏകദേശം 5ഓളം ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ സ്ഥിരമായി ഇതുപോലെയുള്ള മോഷണങ്ങൾ നടക്കുന്നുണ്ട്. കിള്ളിമംഗലും പാഞ്ഞാളും ഉള്ള ക്ഷേത്രങ്ങളിൽ. അപ്പോൾ അടുത്ത കാലഘട്ടത്തിലാണ് ഈ കാട്ടിൽകാവ് ക്ഷേത്രത്തിൽ ഇതേമാരെ ഓട്ട് ഉരുളികളൊക്കെ ഉൾപ്പെടെയുള്ള ഉരുപ്പടികൾ എടുത്തുകൊണ്ടുപോയത്. ഇപ്പം അതിൻ്റെ ഒരു തുടർ മോഷണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പം ഇന്ന് രാവിലെ സംഭവിച്ചിരിക്കുകയാണ്. MP ആയിരുന്നപ്പോൾ താൻ ഉന്നയിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ നാട്ടാന പരിപാലനത്തിൽ മാറ്റം കൊണ്ടുവന്നതെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രം നടപ്പിലാക്കിയ നിയമങ്ങളിൽ തുടർ നിലപാട് എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ്. സംസ്ഥാനത്തെ മലയോര മേഖലകളിലെ വർദ്ധിച്ചുവരുന്ന കാട്ടാന ശല്യം കുറയ്ക്കാൻ നിയമത്തിലൂടെ സാധിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. താൻ ആനപ്രേമിയാണെന്നും ആനകളോടുള്ള ക്രൂരതയ്ക്ക് എതിരാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ശിക്ഷ തുടരെ നൽകി ആനകൾക്ക് ആനയെ കടത്താൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന സ്ട്രിഞ്ചന്റ് റൂൾ വരണം. ആന പാപ്പന്മാർക്കൊരു കൾച്ചർ വരണം. അവർക്ക് ഉപയോഗിക്കാവുന്ന വസ്തുക്കളെ സംബന്ധിച്ച് നിബന്ധനകൾ വരണം. വസ്തു എന്നാ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഒരു കണ്ടക്ട് വേണം, ഒരു നടപ്പ് രീതി വേണം. അത് നിഷ്കർഷിക്കണം. കോൺഗ്രസ് പരാജയപ്പെട്ടാൽ ഇന്ത്യ തകരുമെന്നും ഈ തെരഞ്ഞെടുപ്പ് മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ളതാണെന്നും KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. UDF കയ്പമംഗലം നിയോജക മണ്ഡലം കൺവെൻഷൻ മതിലകത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
UDF നിയോജകമണ്ഡലം ചെയർമാൻ SA സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മണ്ഡലം UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ, മുസ്ലിം ലീഗ് നേതാവ് ഷിബു മീരാൻ, TN പ്രതാപൻ MP, UDF മണ്ഡലം കൺവീനർ മുജീബ് റഹ്മാൻ, നേതാക്കളായ PJ ജോയ്, MK അബ്ദുൾ സലാം, സുനിൽ P മേനോൻ, PB മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണനാകുമെന്ന് AC മൊയ്തീൻ MLA. LDF എരുമപ്പെട്ടി വെസ്റ്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവരെയും കർഷകരെയും ദ്രോഹിക്കുന്ന ഭരണമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളും BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, LDF നേതാക്കളായ KM അഷറഫ്, TK മനോജ് കുമാർ, S ബസന്തലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണൻ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ ആദ്യഘട്ട പര്യടനം നടത്തി. ഗണേശൻ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ, മണ്ഡലം പ്രഭാരിയും ജില്ലാ സെൽ കോർഡിനേറ്ററുമായ PS അനിൽകുമാർ, ജനറൽ സെക്രട്ടറി സുരേഷ് പള്ളത്ത്, എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. LDF വെങ്കിടങ്ങ് വെസ്റ്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മണലൂർ മണ്ഡലം സെക്രട്ടറി BR മനോജ് ഉദ്ഘാടനം ചെയ്തു. KA ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ PA രമേശൻ, KK ബാബു, പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു, സണ്ണി വടക്കൻ, CR ദിലീപ്, RP റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ അധ്യക്ഷത വഹിച്ചു. പ്രേംരാജ് ചൂണ്ടാലാത്ത്, S ബസന്തലാൽ, നാസർ ഹമീദ്, M ശങ്കരനാരായണൻ, US കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. UDF നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. DCC ജനറൽ സെക്രട്ടറി K ദിലീപ് കുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. UDF നാട്ടിക പഞ്ചായത്ത് ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ്, DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. LDF ചന്ദ്രാപിന്നി ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CB അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീന വിശ്വൻ, VK ജ്യോതി പ്രകാശ്, TK ചന്ദ്രബാബു, TN തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുല്ലശ്ശേരി മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PB ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. CM നൌഷാദ്, MB സെയ്ദ് മുഹമ്മദ്, NR അജിത് പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുഞ്ഞു വർണ്ണയുമായി കുന്നത്തേരി പാടശേഖരത്തിൽ ഒരു പുഞ്ചക്കാലം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൃഷി കർഷകർക്ക് മികച്ച വിളവാണ് നൽകിയിരിക്കുന്നത്. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് മീനച്ചൂടേറ്റ് വറ്റിവരണ്ട് കിടക്കുന്ന 120 ഏക്കറോളം വരുന്ന എരുമപ്പെട്ടി കുന്നത്തേരി പാടശേഖരത്തിലെ 2 ഏക്കറിലാണ് പാലക്കാടൻ മട്ട വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞു വർണ്ണ കതിരിട്ട് നിൽക്കുന്നത്. ആദ്യമായാണ് ഈ പാടശേഖരത്തിൽ KK വർണ്ണ എന്ന് വിളിക്കുന്ന കുഞ്ഞു വർണ്ണ കൃഷി ചെയ്യുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൃഷി 100 മേനി വിളവ് നൽകിയിരിക്കുകയാണ്. വരവൂർ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയും മികച്ച കർഷകനുമായ ആൽഫ്രഡ് മുരിങ്ങത്തേരിയാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. ഒരു പുതിയ നെൽവിത്ത് കുഞ്ഞു വർണ്ണ, അതായത് KK വർണ്ണ എന്നൊരു ഇനമാണ്. ഈ നെല്ലിന്റെ ഒരു പ്രത്യേകത ഡാർഫ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ചെറിയ ഷോർട്ടാണ്, കൂടുതൽ നെല്ലുണ്ടാകും, വൈക്കോല് കുറവാണ്, പിന്നെ മികച്ച പ്രതിരോധ ശേഷിയുള്ളൊരു നെല്ലാണ്. പുഞ്ചകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു നെല്ലിനമാണ്. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് കുഞ്ഞു വർണ്ണയുടെ വിത്ത് ലഭിച്ചത്. ഉയരം കുറഞ്ഞതും പ്രതിരോധ ശേഷിയുമുള്ള ചുവന്ന മട്ട അരിയുള്ള 105 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഹ്രസ്വകാല നെല്ലിനമാണ് കുഞ്ഞു വർണ്ണ. ജലസേചന സൗകര്യങ്ങൾ കുറവായതിനാൽ മുണ്ടകൻ കഴിഞ്ഞാൽ ഈ പാടശേഖരം അടുത്ത സീസൺ വരെ തരിശിടാറാണ് പതിവ്. 30 വർഷത്തോളമായി പുഞ്ചകൃഷി ഉപേക്ഷിച്ച പാടശേഖരത്തിൽ കഴിഞ്ഞ 3 വർഷമായി കുറച്ച് കർഷകർ ചേർന്നാണ് കൃഷി ചെയ്യുന്നത്. ജലസേചനത്തിന് അധികൃതർ സൗകര്യമൊരുക്കി തന്നാൽ പുഞ്ചകൃഷി വ്യാപിപ്പിക്കുമെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് MF റിനി പറഞ്ഞു.
ഇവിടെ വെള്ളത്തിന്റെ ഒരു ലഭ്യത കുറവുണ്ട്. അതിന്റെ കാര്യങ്ങളായിട്ടാണ് മുന്നിൽ പോകുന്നത്. എന്നിരുന്നാലും ഇപ്പൊ ചെയ്യുന്നവർ അവരുടെ ഭൂമി മുഴുവനായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അത് നല്ല ഭംഗിയായി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഫംഗസ് മൂലം നെല്ലൊന്നും കൊയ്യാൻ പറ്റിയില്ല. ആ സമയം ഇപ്രാവശ്യം നെല്ല് നല്ല അതായത് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ കതിർ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി കൊയ്യിന്റെ കാര്യങ്ങൾക്കുള്ള സഹായങ്ങളാണ് പാടശേഖരം ചെയ്യേണ്ടത്. അതെന്താണെങ്കിൽ പാടശേഖരം ചെയ്തു കൊടുക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ബ്ലാസ്റ്റ് രോഗം ബാധിച്ച് ഈ ഭാഗത്തെ പുഞ്ചകൃഷി നശിച്ചിരുന്നു. വിള ഇൻഷുറൻസ് പരിരക്ഷ ചെയ്തിട്ടുണ്ടെങ്കിലും 2 വർഷത്തെ തുക കിട്ടാനുണ്ട്. എന്നിരുന്നാലും പുഞ്ചകൃഷിയോടുള്ള താല്പര്യം കൊണ്ട് ആൽഫ്രഡ് മുരിങ്ങാത്തേരി, ആനറ്റംപറമ്പിൽ വിജയൻ, MF പ്രിൻസ് എന്നിവരാണ് കൃഷി ഇറക്കിയത്. TCV എരുമപ്പെട്ടി. അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് തല കീഴായി മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന അമ്മയും മകനും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മലപ്പുറം സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുവായൂരിലെ ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് കാർ അപകടത്തിൽപ്പെട്ടത്. പാവർട്ടി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷയായിരുന്നു. ജനപ്രതിനിധികളായ CB ജോൺസൺ, K ദ്രൗപദി, അസിസ്റ്റന്റ് സെക്രട്ടറി VV മേരി ഡീന എന്നിവർ സംസാരിച്ചു. ചേനം സെന്ററിലെ മുൻ മുഖ്യമന്ത്രി C അച്യുതൻ മേനോന്റെ സ്മാരകസ്തൂപം സാമൂഹ്യവിരുദ്ധർ തകർത്ത നിലയിൽ കണ്ടെത്തി. സ്മാരകസ്തൂപം തകർത്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് CPI ആവശ്യപ്പെട്ടു. CPI സംസ്ഥാന കൌൺസിൽ അംഗം ഷീന പറയങ്ങാട്ടിൽ, PT സണ്ണി, PB ഷാജൻ, CM ഷക്കീർ എന്നിവർ ചേർപ്പ് പോലീസിൽ പരാതി നൽകി. ഒരു കുബുദ്ധിയാണ് ഇത്തരത്തിലുള്ള ഈ അച്യുതൻ മേനോന്റെ പേരിലുള്ള മുൻ മുഖ്യമന്ത്രിയുടെ നാമധേയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ സ്മാരകത്തിന്റെ തകർക്കപ്പെട്ടിട്ടുള്ളത്. അച്യുതൻ മേനോൻ സ്മാരകം ഇത് കേവലം ചൂളശ്രീയാൽ നിർമ്മിക്കപ്പെട്ട വെറും ഒരു മൺതിട്ടകൾ മാത്രമല്ല, കേരളത്തെ എക്കാലത്തെയും വാഴ്ത്തപ്പെടുന്ന CPIയുടെ മുഖ്യമന്ത്രി സഖാവ് C അച്യുതൻ മേനോന്റെ പേരിലുള്ള ഈ സ്മാരകം എന്ന് പറഞ്ഞാൽ ചേനത്തെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് മാത്രമല്ല, ലോകം മുഴുവനുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ആവേശവും അത്താണിയായിരുന്ന സഖാവ് C അച്യുതൻ മേനോൻ. തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ താൻ പഠിച്ച വിദ്യാലയം സന്ദർശിക്കാൻ LDF ചാലക്കുടി മണ്ഡലം സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെത്തി. പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അദ്ദേഹം താൻ പഠിച്ചിരുന്ന 7A ക്ലാസ് മുറിക്ക് മുന്നിലെത്തിയപ്പോൾ അന്നത്തെ പഠനകാലം ഓർത്തെടുത്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, LDF നേതാക്കളായ CM ബബീഷ്, KC ജെയിംസ്, KV നൈജോ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. പാവർട്ടി പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ബയോബിൻ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ CB ജോൺസൺ, ജയറാം ബാബു, ഹബീബ് പോക്കാക്കില്ലത്ത് എന്നിവർ സംസാരിച്ചു. രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി എല്ലാ ദിവസവും ഉപഭോക്താക്കൾ സ്വയം പ്രഖ്യാപിത പവർ കട്ടായ പവർ പോസ് ആചരിക്കണമെന്ന് എനർജി കൺസർവേഷൻ സൊസൈറ്റി. വൈകിട്ട് 6 മുതൽ 10 വരെ ഏതെങ്കിലും സമയത്ത് 15 മിനിറ്റ് നേരം വീടുകളിൽ വൈദ്യുതി ഓഫ് ചെയ്താൽ സംസ്ഥാനത്ത് ദിനംപ്രതി 25,000 യൂണിറ്റ് വൈദ്യുതി ലാഭിക്കാനാകും. കേരളത്തിലെ 1 ലക്ഷം വീട്ടുകാരും 10,000 ഫ്ളാറ്റുകളും ദൌത്യത്തിൽ പങ്കാളികളാകണം. വൈദ്യുതി പ്രതിസന്ധിയുടെ ഗൌരവം കണക്കിലെടുത്ത് സംസ്ഥാന തലത്തിൽ ബോധവൽക്കരണം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജ്വല്ലറി, തുണിക്കടകൾ എന്നിവ രാത്രി 1 മണിക്കൂർ മുൻപ് പ്രവർത്തനം അവസാനിപ്പിക്കുക, വിവിധ ആഘോഷങ്ങളിൽ അമിത വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കുന്നതിന് സർക്കാർ നിയമം കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങളും ഇവർ മുന്നോട്ടുവച്ചു. പ്രസിഡന്റ് ഡോക്ടർ K സോമൻ, സെക്രട്ടറി MP മാണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ണംകുളത്തിൽ കനാൽ വെള്ളം എത്താത്തതിനാൽ ചാലക്കുടിയിലെ കൂടപ്പുഴ സൌത്ത് ജംഗ്ഷൻ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കിണറുകളിൽ വെള്ളം ഇല്ലാതായി, അവശേഷിക്കുന്നവയിൽ കലക്കുവെള്ളവുമാണ്. ഇറിഗേഷൻ ക്വാർട്ടേഴ്സിന് സമീപത്തെ കണ്ണംകുളത്തിൽ ഇതുവരെയും കനാൽ വെള്ളം എത്താത്തതാണ് പ്രതിസന്ധി രൂക്ഷമാകാനിടയാക്കിയത്. വേനലിൽ 5 തവണ കുളം നിറയ്ക്കണമെന്ന വ്യവസ്ഥയിലെ ആദ്യ ദൌത്യം പോലും ഇക്കുറി ഉണ്ടായില്ല. കൂടപ്പുഴ ബ്രാഞ്ച് കനാലിലൂടെ കിലോമീറ്ററുകൾ ഒഴുകി വെള്ളം കണ്ണംകുളത്തിൽ ചാടുന്നതോടെ 5000-ഓളം വീടുകളിലെ കിണറുകൾക്ക് ആശ്വാസമാകും. ഇതിന്റെ ആദ്യപടിയെന്ന നിലയിൽ കനാൽ വൃത്തിയാക്കൽ പകുതി പോലും പൂർത്തീകരിച്ചില്ല. 2 മാസം മുൻപ് വൃത്തിയാക്കിയ ഭാഗങ്ങൾ പഴയ അവസ്ഥയിലുമെത്തി. ഇടമലയാർ ഇറിഗേഷൻ പദ്ധതിയുടെ മെയിൻ കനാലിൽ ഇത്തവണ ആവശ്യത്തിന് വെള്ളമുണ്ട്. എന്നാൽ
ബ്രാഞ്ച് കനാലുകളിൽ കൂടി വിവിധ മേഖലകളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ കർഷകർ മത്സരിക്കുന്നതാണ് തെക്കേ കൂടപ്പുഴ പ്രദേശത്തിന് വിനയായത്. ക്രമപ്രകാരം കണ്ണംകുളത്തിലേക്ക് വെള്ളം വിടുന്നുണ്ടെന്നാണ് ഇറിഗേഷൻ അധികൃതർ പറയുന്നത്. എന്നാൽ ഇവിടെ എത്തുന്നില്ലെന്ന് മാത്രം. 2019 കണ്ണംകുളം നവീകരിച്ച് കൂടുതൽ വെള്ളം സംഭരിക്കാൻ സർക്കാർ സംവിധാനമുണ്ടാക്കി. 60 ലക്ഷം രൂപയാണ് ഇതിന് ചിലവഴിച്ചത്. 2 വർഷം മാത്രമേ കുളം നിറയ്ക്കൽ നടന്നുള്ളൂ. വേനലിലെ ഇടമഴകൾ വരൾച്ചയെ ലഘൂകരിച്ചു. ഇക്കുറി അനുദിനം കൂടുന്ന ചൂട് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു. എത്രയും വേഗം കണ്ണംകുളം നിറയ്ക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ആറാട്ടുകടവ് വാർഡ് കൗൺസിലർ ബിജു ചിറയത്ത് ആവശ്യപ്പെട്ടു. ചാലക്കുടിയിലെ പ്രധാനപ്പെട്ട ടൗൺ ഭാഗത്തുള്ള കിണറുകളെല്ലാം വറ്റി വരണ്ടു. ആളുകൾക്ക് കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥ. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ തന്നെ അവർക്ക് കൃഷിക്ക് വേണ്ടിയുള്ള മോട്ടർ അടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഒരു പ്രാവശ്യം പോലും ആനമല റോഡ് വിട്ട് വെള്ളം ഇങ്ങോട്ട് കടന്നിട്ടില്ല. എല്ലാ വർഷവും നമുക്ക് ഈ മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ണംകുളം പെരുന്നാൾ കഴിഞ്ഞാൽ കണ്ണംകുളം നിറയ്ക്കുന്നതിന് വേണ്ടി വെള്ളം വിടാറുണ്ട്. അത് കണ്ണംകുളം നിറയുന്നതോടുകൂടി ചാലക്കുടിയിലെ ടൗൺ ഭാഗത്തുള്ള ഈ വാർഡുകളിലെ കിണറുകളിൽ എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇത് സംബന്ധിച്ച് വകുപ്പ് മന്ത്രിക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്കും നിവേദനങ്ങൾ നൽകിയിട്ടും പ്രയോജനമുണ്ടായില്ലെന്നും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും ഗോൾഡൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി.ഡി. ദിനേശ് പറഞ്ഞു. 60 ലക്ഷം രൂപ ചെലവ് ചെയ്ത് കെട്ടി സംരക്ഷിച്ച് മനോഹരമാക്കി കണ്ണംകുളം. അന്ന് അധികാരികൾ നൽകിയ വാക്ക് എല്ലാ വർഷവും വേനൽ സമയത്ത് കണ്ണംകുളത്തിലേക്ക് ആവശ്യമായ വെള്ളം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എത്തിക്കുമെന്നായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷക്കാലമായി കണ്ണംകുളത്തിലേക്ക് വെള്ളം എത്തുന്നില്ല. സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ വെള്ളമില്ലാത്ത അവസ്ഥയും ഇവിടെ വെള്ളത്തിന് ദൗർബല്യം സംഭവിച്ചിരിക്കുകയാണ്. ചാലക്കുടി ബ്രാഞ്ച് കനാലിൻ്റെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിച്ച് ഈ വേനൽക്ക് മുമ്പ് തന്നെ ഈ കടുത്ത വേനലിന് കണ്ണംകുളത്തിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സത്വര നടപടി സ്വീകരിക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടപടി സ്വീകരിക്കണമെന്നാണ്. TCV ചാലക്കുടി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മറ്റത്തൂർ നായാട്ടുകുണ്ടിൽ നിർമ്മിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ചിത്ര സൂരജ് സംസാരിച്ചു. രജിസ്ട്രേഷൻ മേഖലയെ തകർക്കുന്ന ടെംപ്ലേറ്റ് സംവിധാനം നടപ്പിലാക്കുന്നതിനെതിരെ ആധാരം എഴുത്തുകാർ കൊടുങ്ങല്ലൂരിൽ ധർണ നടത്തി. മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ CPI ജില്ലാ കമ്മിറ്റി അംഗം CC വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MG പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ സെക്രട്ടറി TP ബാലൻ, യൂണിറ്റ് സെക്രട്ടറി ലാലബോസ്, MS സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആളൂർ കാരൂർ ചിറബണ്ട് റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ നിരാഹാര സമരം നടത്തി. കാരൂർ സെന്ററിൽ നടന്ന നിരാഹാര സമരം MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. സോമൻ ചിറ്റേത്ത്, ബാബു തോമസ്, AC ജോൺസൺ, KV രാജു തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് കോട്ടപ്പുറത്ത് അനധികൃതമായി നടത്തിയിരുന്ന മണ്ണെടുപ്പ് പോലീസ് തടഞ്ഞു. മണ്ണെടുപ്പ് നടത്തിയിരുന്ന ടിപ്പർ ലോറിയും JCBയും എരുമപ്പെട്ടി പോലീസ് പിടിച്ചെടുത്തു. വീട് നിർമ്മാണത്തിനെന്ന പേരിലാണ് മണ്ണെടുത്ത് ലോറിയിൽ പുറത്തേക്ക് കൊണ്ടുപോയിരുന്നത്. കുന്നിടിച്ചാണ് മണ്ണെടുപ്പ് നടത്തിയിരുന്നത്. മണ്ണെടുക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും പഞ്ചായത്തിന്റെയും ജിയോളജി വകുപ്പിന്റെയും അനുമതിയുണ്ടായിരുന്നില്ല. വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ SI C ശ്രീകുമാർ, പോലീസ് ഉദ്യോഗസ്ഥരായ K സഗുൺ, അമൽ പൌലോസ് എന്നിവർ സ്ഥലത്തെത്തിയാണ് നടപടി സ്വീകരിച്ചത്. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് OS ഷൈൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി TS സജീവൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PM മോഹൻരാജ്, KJ ഷീല, അജിത പടാരിൽ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് ഹയർ സെക്കൻഡറികൾ അനുവദിച്ചു തന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന ഓരോ ആനുകൂല്യങ്ങളും നമ്മുടെ പെൻഷൻ. ചിറ്റാറ്റുകര മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഭദ്രം ധനസഹായ വിതരണം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പാവർട്ടിയിൽ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. 3 കുടുംബങ്ങൾക്കായി 31 ലക്ഷം രൂപയുടെ ധനസഹായ വിതരണം നടക്കും. യൂണിറ്റ് പ്രസിഡന്റ് ബിനോയ് വടക്കൂട്ട്, സെക്രട്ടറി PJ ജോസൻ, ട്രഷറർ TJ ഷാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കൊടകര മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ മേളാചാര്യൻ തൃപ്പേക്കുളം അച്യുതമാരാരുടെ 10ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണവും സംഘടിപ്പിച്ചു. സമിതി പ്രസിഡന്റ് PM നാരായണ മാരാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കണ്ണമ്പത്തൂർ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. കൊടകര ഉണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി. കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ, വിജിൽ മേനോൻ, സുരേഷ് തുറവ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പുനർനിർമ്മാണം പൂർത്തീകരിച്ച അമ്പനോളജി നായാട്ടുകുണ്ട് റോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നാടിന് സമർപ്പിച്ചു. 1ാം ഘട്ടമായി പോത്തൻചിറ വരെയുള്ള ഭാഗമാണ് നവീകരിച്ചത്. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അസൈൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ PK അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വേലുപ്പാടം ദേവാലയത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് ചൊവ്വാഴ്ച തീർത്ഥാടന പദയാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 7-ന് അളഗപ്പ നഗർ ത്യാഗരാജർ പോളിടെക്നിക് കോളേജ് അങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര 10-ന് തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരും. ഫാദർ പോൾ തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്യും. വികാരി ഫാദർ ഡേവിസ് ചിറയത്ത്, കൈക്കാരൻ ജോഷി ചിറ്റടി, ജോയിന്റ് കൺവീനർ പോളി കണ്ണംകുടം, പബ്ലിസിറ്റി കൺവീനർ ജേക്കബ് നടുവിൽ പീടിക തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് വടക്കുംപുറം പകൽ വീട്ടിൽ വയോജന സംഗമം നടത്തി. തൃശൂർ ആരോഗ്യശാസ്ത്ര സർവകലാശാല ഗവേഷണ വിഭാഗം ഡീൻ ഡോക്ടർ ഷാജി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ അനിത ബാബു അധ്യക്ഷയായി. അപ്പുക്കുട്ടൻ, MM കുമാരൻ, തിലകൻ വടാശ്ശേരി, വയോമിത്രം കോർഡിനേറ്റർ ശരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പകൽവീട് കൺവീനർ PS ധനജയൻ, KV ഗിരിജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്കൂൾ അവധിക്കാലം തുടങ്ങുന്ന മാർച്ച് 28 മുതൽ മെയ് 31 വരെ ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന സമയം 1 മണിക്കൂർ കൂട്ടും. കൂടുതൽ ഭക്തർക്ക് സുഗമമായ ക്ഷേത്ര ദർശനം ഒരുക്കുന്നതിനാണ് ദേവസ്വം ഭരണസമിതി തീരുമാനം. തുടർച്ചയായ 64 ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനത്തിന് 1 മണിക്കൂർ ഭക്തർക്ക് അധികം ലഭിക്കും. മാർച്ച് 28 മുതൽ മെയ് 31 വരെ ഗുരുവായൂർ ക്ഷേത്രം നട ഉച്ചതിരിഞ്ഞ് 3:30-ന് തുറക്കും. തോളൂർ പഞ്ചായത്തിൽ ഗ്രോ ബാഗ് ചെടിച്ചട്ടികൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് VK രഘുനാഥൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ ഷീന വിൽസൺ, സരസമ്മ സുബ്രഹ്മണ്യൻ, KR സൈമൺ, സുധാ ചന്ദ്രൻ, കൃഷി ഓഫീസർ റിയ ജോസഫ്, ലിജി, ആശ വിൽസൺ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം പോർക്കളേങ്ങാട് വട്ടിരിങ്ങൽക്കാവ് ഭദ്രകാളി ക്ഷേത്ര മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 10 പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റികളിൽ നിന്നായി 15 ഗജവീരന്മാർ അണിനിരക്കും. പ്രസിഡന്റ് അനിൽ കണ്ടേങ്ങത്ത്, സെക്രട്ടറി ശ്രീജിൽ കണ്ടേങ്ങത്ത്, ട്രഷറർ രതീഷ് കാണിയത്ത്, VP ജോഷി, GD ഉണ്ണികൃഷ്ണൻ, മോഹനൻ, ഷാജി മുതിരംപറമ്പത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി വാണിജ്യം. തൃശൂർ പുത്തൻപള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡിൽ പ്രവർത്തിക്കുന്ന ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 5ാം വാർഷികാഘോഷവും ഗ്രാൻഡ് റീ ഓപ്പണിംഗും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വാർഷികാഘോഷവും ഗ്രാൻഡ് റീ ഓപ്പണിംഗും JMA സ്റ്റേറ്റ് പ്രസിഡന്റ് രവീന്ദ്രൻ ചെറുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. JMA സ്റ്റേറ്റ് സെക്രട്ടറി MK സാബു ഭദ്രദീപം തെളിയിച്ചു. ആദ്യ വിൽപ്പന CJ അജയ്കുമാർ നിർവഹിച്ചു. ലിയോസ് സാരഥികളുടെ മാതാപിതാക്കളായ ജോണി വല്ലച്ചിറക്കാരൻ, ഓമന ജോണി, ലിയോസ് മാനേജിംഗ് പാർട്ണർ ലിയോ വല്ലച്ചിറക്കാരൻ, പാർട്ണർമാരായ ലിജോ വല്ലച്ചിറക്കാരൻ, ലിൻഡോ വല്ലച്ചിറക്കാരൻ, കുടുംബാംഗങ്ങൾ, HR മാനേജർ ഡൊണാൾഡ് പൌലോസ്, മാനേജർമാരായ VR വിനോദ്, ഇഗ്നീഷ്യസ് ആന്റണി, ജസ്റ്റിൻ വർഗീസ്, ജീവനക്കാർ, സഹകാരികൾ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഏപ്രിൽ 15 വരെ വൻ ഓഫറുകളാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. മാർച്ച് 16 മുതൽ ഏപ്രിൽ 15 വരെ ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ലക്കി ഡ്രോ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് ബമ്പർ സമ്മാനമായി ഒരു വെഡിംഗ് സെറ്റ് സമ്മാനിക്കും. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം, ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഇളവ്, ഡയമണ്ട് എക്സ്ചേഞ്ച് ഓഫർ ആൻഡ് ഫ്രീ ഡയമണ്ട് സർവീസ്, എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ, എക്സ്ക്ലൂസീവ് ഡയമണ്ട് ജ്വല്ലറി എക്സിബിഷൻ എന്നിവയും ലിയോസിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 8078713225.
പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് വീണ്ടും തടസ്സപ്പെട്ടു. സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതുവരെ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നിർത്തിവെച്ചു. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് ജില്ലാ ഭരണകൂടം ഉപാധികളോടെ അനുമതി നൽകി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. 27ാമത് പാലയൂർ മഹാതീർത്ഥാടനം നാളെ. മുഖ്യ പദയാത്ര വെളുപ്പിന് 5-ന് പാലയൂർക്ക് പുറപ്പെടും. 2 ഘട്ടങ്ങളായാണ് പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗുരുവായൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് മോഷണം പോയ 32,40,650 രൂപ പോലീസ് കണ്ടെടുത്തു. പ്രതിയുടെ കുടുംബ സുഹൃത്തിന്റെ ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നാണ് പണം കണ്ടെടുത്തത്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാനായി ഡോക്ടർ വി കെ വിജയൻ വീണ്ടും ചുമതലയേറ്റു. ഗുരുവായൂരിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി, ക്യൂ കോംപ്ലക്സ് എന്നിവ യാഥാർത്ഥ്യമാക്കുമെന്ന് ദേവസ്വം ചെയർമാൻ. പാഞ്ഞാൾ പടിഞ്ഞാറ്റുമുറി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ കോവിലിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന 4 തൂക്കുവിളക്കുകളും നിലവിളക്കുമാണ് മോഷണം പോയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.